ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, 50 നോമ്പിൻ്റെ അനുഗ്രഹീതമായ സുഹൃതം നിറഞ്ഞ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രധാനമായും കർത്താവീശോമിശിഹായുടെ പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെയും ധ്യാനിക്കുന്ന നന്മ നിറഞ്ഞ ദിവസങ്ങളാണ് ഇത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എല്ലാ സഹനങ്ങളും, എല്ലാ ദുഃഖങ്ങളും, വേദനകളും സ്വന്തം ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹനങ്ങളെയും ഈ ദിനങ്ങളിൽ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉചിതമായിരിക്കും. പരിശുദ്ധ അമ്മ ദുഃഖങ്ങളുടെ, സങ്കടങ്ങളുടെ 7 മഹാസമുദ്രങ്ങൾ നീന്തിക്കടന്നവളാണ് എന്ന് നമുക്കറിയാം. മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങൾ. മറിയം തൻ്റെ ജീവിതത്തിൽ ആദ്യാവസാനം ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കുന്ന, സഭ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെ ഈ സമയം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും നമുക്ക് വിഷയമാക്കാം. എന്തൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ? ഒന്നാമതായി ശിമയോൻ്റെ പ്രവചനം. രണ്ടാമതായി ഈജിപ്തിലേക്കുള്ള പലായനം. മൂന്നാമതായി ബാലനായ യേശുവിനെ 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുന്നു. നാലാമതായി കുരിശ് യാത്രയിൽ സ്വന്തം മകനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അഞ്ചാമതായി ഈശോയുടെ കുരിശിലെ മരണം. ആറാമതായി ഈശോയുടെ മൃതശരീരം തൻ്റെ മടിയിൽ സംവഹിക്കുന്നു. ഏഴാമതായി ഈശോയെ സംസ്കരിക്കുന്നു. ഈ 7 ദുഃഖയാഥാർത്ഥ്യങ്ങൾ പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ അമ്മ കടന്നുപോയ ഏറ്റവും വലിയ 7 നൊമ്പരങ്ങളായി, വേദനകളായി നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഓരോന്നിനെയും ഏതാനും നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാക്കാം. ഒന്നാമത്തേത് ശിമയോൻ്റെ പ്രവചനം. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപിതാവും ഉണ്ണിമിശിഹായെ ദേവാലയത്തിൽ ശിമയോൻ്റെ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ശിമയോൻ പ്രവാചകൻ നടത്തുന്ന പ്രവചനമുണ്ട്. ഇവൻ ഇസ്രായേലിൽ അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. ഇതെല്ലാം പറഞ്ഞ് മറിയത്തോടായി പറയുന്നു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ ഒന്നാമത്തെ വ്യാകുലമായി അറിയപ്പെടുന്നത് ശിമയോൻ്റെ ഈ പ്രവചനങ്ങളാണ്. നമുക്കറിയാം, കന്യകാമറിയം ഉണ്ണിമിശിഹായെ വളർത്തി പരിപാലിക്കുമ്പോൾ മറിയത്തിന് വളരെ നേരത്തെ തന്നെ 33 വർഷങ്ങൾക്കപ്പുറത്ത് തൻ്റെ തിരുക്കുമാരൻ സഹിക്കാനിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു, പലവിധ കാരണങ്ങളാൽ. ഒന്നാമത്, ശിമയോൻ്റെ പ്രവചനം ഹൃദയത്തിൽ ആദ്യമൊരു പ്രവചനമായും പിന്നീട് ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയായും സ്വീകരിച്ചവളാണ് കന്യകാമറിയം. ആ പ്രവചനത്തിൻ്റെ അർത്ഥവും പൊരുളുമൊക്കെ പരിശുദ്ധാത്മ ജ്ഞാനമുള്ള കൃപ നിറഞ്ഞ മറിയത്തിന് കുറേയധികം മനസ്സിലാക്കാൻ തീർച്ചയായും സാധിച്ചിരുന്നു. മാത്രമല്ല, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വരാനിരിക്കുന്ന സഹനദാസനായ മിശിഹായെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, യഹൂദ മത സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന യഹൂദരുടെ മതഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ അവഗാഹമുണ്ടായിരുന്ന കന്യകാമറിയത്തിന് തീർച്ചയായും ഇതേക്കുറിച്ചൊക്കെ ധാരണകളും ഉണ്ടായിരുന്നു. വിശുദ്ധ ബ്രിജീത്ത പുണ്യവതിക്ക് മറിയം പ്രത്യക്ഷപ്പെട്ട് ഒരിക്കൽ പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ സഹനങ്ങളെക്കുറിച്ച്. പ്രത്യേകിച്ചും ബ്രിജീത്ത പുണ്യവതിയോട് മറിയം വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശോയുടെ ശൈശവാവസ്ഥയിൽ തന്നെ മറിയത്തിനറിയാമായിരുന്നു കുഞ്ഞു വളർന്നു വലുതായി അവൻ്റെ ജീവിതം പിന്നീട് ഏത് വിധത്തിലുള്ള സഹനത്തിലൂടെ, മരണത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം മറിയത്തിന്
വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതും ശിമയോന്റെ പ്രവചനവും പഴയ നിയമഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള പ്രവചനങ്ങളുമൊക്കെ എല്ലാറ്റിൻ്റെയും വെളിച്ചത്തിൽ മറിയം അത് ഊഹിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മറിയം ബ്രിജീത്ത പുണ്യവതിയോട് പറയുകയാണ്, അവന് ഞാൻ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ അവൻ കുടിക്കാനിരിക്കുന്ന കയ്പുനീരിനെ കുറിച്ച് ഞാൻ ഓർക്കും. അവൻ്റെ കുഞ്ഞു കവിളുകളിൽ മുത്തം നൽകുമ്പോൾ ശത്രുക്കൾ അവൻ്റെ മുഖത്ത് കാറിത്തുപ്പുന്ന ദൃശ്യം എൻ്റെ കൺമുൻപിൽ തെളിയും. അവൻ്റെ കുഞ്ഞു കൈകളിലും കുഞ്ഞു കാലുകളിലും ചുംബനം അർപ്പിക്കുമ്പോൾ ശത്രുക്കൾ ഈ കൈകാലുകളിലേക്ക് ആണികൾ അടിച്ചു കയറ്റുന്ന ദൃശ്യം എൻ്റെ കൺമുൻപിൽ തെളിഞ്ഞു വരും. അവനെ ഞാൻ ഉടുപ്പിടിവിക്കുമ്പോൾ ശത്രുക്കൾ അവൻ്റെ വസ്ത്രം വലിച്ചു കീറുന്നതും അവനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവൻ ചുമക്കുന്ന കുരിശും അവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ മരണവുമാണ് എൻ്റെ കൺമുൻപിൽ തെളിയുക. ദുഃഖം കൊണ്ട് എൻ്റെ ഹൃദയം തകരും, സങ്കടം കൊണ്ട് എൻ്റെ കണ്ണ് നിറയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധയമ്മ ഈ വലിയ നൊമ്പരത്തിലൂടെ, വേദനയിലൂടെ കടന്നുപോയി എന്ന് ബ്രിജിത്ത പുണ്യവതിക്ക് അമ്മ കൊടുത്ത ഈ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ വലിയ സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ ഒന്നാമത്തേതാണ് ഇപ്പോൾ പറഞ്ഞത് ശിമയോന്റെ പ്രവചനം. രണ്ടാമതായി മറിയം കടന്നുപോയ വലിയ ഒരു സങ്കടമാണ് ഈജിപ്തിലേക്കുള്ള പലായനം. കുഞ്ഞിനെ പ്രസവിച്ച് സത്രത്തിൽ ഇടമൊന്നും കിട്ടാത്തത് കൊണ്ട് കാലികളുടെ സങ്കേതമായൊരു ഗുഹയിൽ കുഞ്ഞിനെ പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ പിന്നീട് ഇതാ ഔസേപിതാവിന് സ്വപ്നത്തിലൂടെ ദൈവദൂതന്റെ ദർശനമുണ്ടാകുന്നു, അരുളപ്പാട് ലഭിക്കുന്നു. ഹെറോദേസ് കുഞ്ഞിനെ വധിക്കാൻ ആലോചിക്കുന്ന വിവരം. കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രാണഭീതിയോടെ ഇതാ ഔസേപിതാവിനോടൊപ്പം ഈജിപ്തിലേക്ക് മറിയം പലായനം ചെയ്യുകയാണ്. മറിയം ഈ സമയത്ത് കടന്നു പോകുന്ന ഉത്കണ്ഠ, ആകുലത, ഭയം അത് തീർച്ചയായും വളരെ വലുത് തന്നെയാണ്. തൻ്റെ കുഞ്ഞിനെ ഇതാ വധിക്കാൻ ആലോചിക്കുന്ന ഭരണകൂടം, ഭരണാധികാരികൾ അതിനുവേണ്ടി ഇതാ പട്ടാളക്കാരെ അയച്ചിരിക്കുന്നു. തീർച്ചയായും ബേത്ലഹേമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവരിതാ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ ഇതാ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ കുഞ്ഞിന് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടം മുൻകൂട്ടി കണ്ട് ഇതാ മറിയം തീർച്ചയായും ഒത്തിരിയേറെ നൊമ്പരപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ മറിച്ചൊന്ന് ചിന്തിക്കാം. മറിയത്തിൻ്റെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്ത സന്ദേശമനുസരിച്ച് മറിയം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം മറിയം പ്രസവിക്കുന്ന ശിശു ആരാണെന്നും അവനിലൂടെ സംഭവിക്കാനിരിക്കുന്ന രക്ഷ എന്താണെന്നുമൊക്കെ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന് മംഗളവാർത്തയായി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അറിവ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം, ദൂതൻ മംഗളവാർത്ത അറിയിച്ച് അപ്രത്യക്ഷനായതിനു ശേഷം പിന്നീട് ഒരിക്കലും ദൂതന്റെ സാന്നിധ്യം മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഈ മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം തുടർന്നങ്ങോട്ട് മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സാമാന്യ യുക്തിക്ക് ചിന്തിച്ചാൽ ഒരുപക്ഷെ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെയോ കൃപ സ്വീകരിച്ചതിൻ്റെയോ ലക്ഷണങ്ങൾ ഒന്നും തന്നെയല്ല. സാക്ഷാൽ രക്ഷകന്, ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് ജനിക്കാൻ പോലും ഒരു ഇടം കിട്ടാതെ സത്രങ്ങൾ തോറും കയറി ഇറങ്ങേണ്ടി വന്ന അവസ്ഥയായിരുന്നു മറിയത്തിനുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇതാ തൻ്റെ കുഞ്ഞിനെ ഹെറോദേസ് വധിക്കാൻ ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ മറിയം ആകുലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയേറെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല മറിയത്തിൻ്റെ സങ്കടത്തിൻ്റെ കാരണം, തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തായകയാൽ തൻ്റെ കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി അതിന് പകരമായിത അനേകം കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നുണ്ട്. ഹെറോദേസിന്റെ കൽപ്പനയനുസരിച്ച് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ വധിക്കപ്പെടണമെന്നുള്ള കൽപ്പനയനുസരിച്ച് പട്ടാളക്കാർ വീട് വീടാന്തരം കയറിയിറങ്ങി 2 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുകയാണ്. അപ്പോഴിതാ തൻ്റെ കുഞ്ഞിന് പകരമായി അനേകം കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നു. ആ കുഞ്ഞുങ്ങളുടെ നിലവിളി, അമ്മമാരുടെ വിലാപം, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടവും ദുഃഖവുമാണ് മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് മറിയം കടന്നുപോയ രണ്ടാമത്തെ വലിയ ദുഃഖം, വലിയ സങ്കടം. മൂന്നാമതായി മറിയത്തിൻ്റെ വലിയ സങ്കടമായി നമ്മൾ മനസ്സിലാക്കുന്നത് 12 വയസ്സുള്ള ബാലനായ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുന്ന സംഭവമാണ്. ഔസേപിതാവും മറിയവും
ബാലനായ യേശുവിനോടൊപ്പം ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് പോയി. അവിടെ വെച്ച് ഈശോ ഇതാ ദേവാലയത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോയെ പിന്നെ കണ്ടെത്തുന്നത്. ആ 3 ദിവസങ്ങൾ മറിയം കടന്നുപോയ സങ്കടവും ദുഃഖവും വളരെ വളരെ വലുതാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും ഉപരിയായി നിൽക്കുന്ന ഒരു സങ്കടമാണത്. നമുക്ക് ഊഹിക്കാം, ഒരു അപ്പനും അമ്മയ്ക്കും മകനോ മകളോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷേ മകൻ അല്ലെങ്കിൽ മകൾ ഒളിച്ചോടി പോയതാകാം, തട്ടിക്കൊണ്ടു പോയതാകാം, ദുരൂഹ സാഹചര്യത്തിൽ കാണാതെയായതാകാം, എന്തെങ്കിലും അപകടം സംഭവിച്ച് ഒരുപക്ഷെ മരിച്ചു പോയതാകാം. മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഒരു വിവരവുമില്ല. എത്രയോ ശോചനീയമായ അവസ്ഥയാണ്. പത്രങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. മകൻ നഷ്ടപ്പെട്ട, മകൾ നഷ്ടപ്പെട്ട, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ, ഇതൊന്നും അറിയാതെ ആകുലപ്പെടുന്ന ഒരപ്പൻ്റെ വേദന, അമ്മയുടെ വേദന വാക്കുകൾക്ക് വിവരിക്കാൻ ഏറെ പ്രയാസമുള്ള വേദനയാണ് നമുക്കറിയാം. 3 ദിവസങ്ങൾ മറിയവും ജോസഫും ഈ വലിയ വേദനയിലൂടെ, സങ്കടത്തിലൂടെ കടന്നുപോയി എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. മറിയം കടന്നുപോയ ഏറ്റവും വലിയ സഹനങ്ങളിൽ ഒന്നാണ് ഈശോയെ നഷ്ടപ്പെട്ട സങ്കടവും അല്ലെങ്കിൽ ആ വേദനയും. പിന്നീട് ഈശോയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ഒരുപാട് അലഞ്ഞ് ഒരുപാട് അന്വേഷിച്ച് ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മറിയത്തിൻ്റെ നാവിൽ നിന്ന് ആദ്യമായും അവസാനമായും പരാതിയുടെ ഒരു സ്വരവും ഉയരുന്നുണ്ട്. എന്തേ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു, എന്തേ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു. മറിയം പരാതി പറയുന്ന ഒരേ ഒരു രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇത് മാത്രമാണ്. എന്തേ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മറിയവും ജോസഫും കടന്നുപോയ ആകുലത, സങ്കടം, ഭയം, ഉത്കണ്ഠ അതെത്ര വലുതാണെന്ന് ഈ കൊച്ചു വാചകത്തിൽ മറിയം അവതരിപ്പിക്കുകയാണ്. എന്തേ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു. പ്രിയപ്പെട്ടവരെയും, അത് മറിയത്തിൻ്റെ പരാതിയല്ല, നേരെ മറിച്ച് ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ നീറ്റലും നൊമ്പരവും വേദനയും വാക്കുകളായി പുറത്തു വന്നതാണ്. അത്രത്തോളം മറിയം വേദനയുടെ പാരമ്യത്തിൽ ആ ദിവസങ്ങളിൽ പ്രവേശിച്ചിരുന്നു, കടന്നുപോയിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. 4ാമത്തെ മറിയത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമായി, 7 വ്യാകുലങ്ങളിൽ 4ാമത്തേത് കുരിശു ചുമന്ന് യാത്ര ചെയ്യുന്ന തൻ്റെ പ്രിയ മകനെ കണ്ടുമുട്ടുന്ന രംഗമാണ്. ഇതും വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറിയവും ഈശോയും ആ സമയത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഹൃദയങ്ങളിലുണ്ടായ വികാര വിചാരങ്ങൾ ഏതു മാനുഷിക അളവുകോല് വെച്ച് അളന്നാലാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എത്രയോ വലിയ സങ്കടക്കടലിൻ്റെ ആഴമാണ് ഇരുവരും ആ സമയത്ത് അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴി പ്രാർത്ഥനാ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം ഈ രംഗത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അമ്മയും മകനും പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അവർ പരസ്പരം സംസാരിക്കുന്നില്ല. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു, അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ വേദനയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിക്കും പ്രിയപ്പെട്ടവരൊക്കെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ വലിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദന, നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന വലിയ വേദന അവർ പലപ്പോഴും നമ്മെ അറിയിക്കാറില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അതറിഞ്ഞ് നമ്മൾ വിഷമിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മളൊരു വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളൊരു പക്ഷേ ഈ വേദന അറിയിക്കാറില്ല. കാരണം നമ്മുടെ വേദന അറിഞ്ഞ് അവർ വേദനിക്കാതിരിക്കാൻ. ഇതൊക്കെ സാധാരണ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുള്ള ചെറിയ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ഭർത്താവ് വിദേശത്താണ്, ഭാര്യ നാട്ടിലും. നാട്ടിലുള്ള ഭാര്യ വലിയ രോഗം മൂലം കഷ്ടപ്പെടുന്നു. എന്നാൽ വിദേശത്തുള്ള ഭർത്താവിനെ ഈ വിവരം വിളിച്ചറിയിക്കുന്നില്ല. കാരണം ഭർത്താവ് ഇതറിഞ്ഞ് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു അപകടം ഉണ്ടാകുന്നു. ഈ അപകടവും കടന്നു പോകുന്ന വിഷമവും ഭാര്യയെ വിളിച്ചറിയിക്കുന്നില്ല, ഭാര്യ ഉത്കണ്ഠപ്പെടാതിരിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെ വിവിധങ്ങളായ മുഖങ്ങളും ഭാവങ്ങളുമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളുടെ വേദന കണ്ട് വിഷമിക്കരുത് എന്നുള്ള ചിന്ത. ശരിക്കും മറിയവും ഈശോയും
കുരിശിൻ്റെ വഴിയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു വേദനയുടെ അനുഭവമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു അങ്കിൾ, അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരു അങ്കിളാണ് അദ്ദേഹം. ഞാനൊരിക്കൽ രോഗിയായി ആസ്പത്രിയിൽ കിടക്കുമ്പോൾ ആസ്പത്രിയുടെ പരിസരം വരെ വന്നു, എന്നാൽ മുറിക്കകത്തോട് കയറി കണ്ടില്ല. കാരണം ഞാൻ ആയിരിക്കുന്ന ആ അവസ്ഥ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, പ്രയാസം കൊണ്ടാണ്. ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ ആയിരിക്കുന്ന അവസ്ഥ, രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ, രോഗിയായി കിടക്കുമ്പോൾ കിടക്കുന്ന അവസ്ഥ കാണാനുള്ള പ്രയാസം കൊണ്ട്, സങ്കടം കൊണ്ട്. ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, എൻ്റെ ഒരു ബന്ധു രോഗിയായി കുറച്ച് നാൾ, മരിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസം, വളരെ ചെറുപ്പമാണ്, അദ്ദേഹം കുറച്ച് ദിവസം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. രോഗാവസ്ഥയിൽ, പ്രളയകാലത്ത് പ്രത്യേകിച്ചും അവരുടെ വീട് പ്രളയത്തിൽ മുങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അങ്ങനെ കുറച്ച് നാൾ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെയായിരിക്കും ഒത്തിരി പേര് ഈ രോഗിയെ വന്ന് കണ്ട കാര്യം ഓർക്കുകയാണ്. വീട്ടുകാരത് പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ 1-2 പേര് വീട്ടിൽ വന്നെങ്കിലും മുറിയുടെ വാതിൽ വരെ എത്തിയെങ്കിലും മുറിക്കകത്തോട്ട് കയറുകയോ ഈ പ്രിയപ്പെട്ട സുഹൃത്ത്, രോഗിയായി കിടക്കുന്ന ഈ സുഹൃത്തിനെ കാണാൻ തയ്യാറാകാതെ മുറിയുടെ പുറത്ത് നിന്ന സംഭവം. എന്തുകൊണ്ടാണ് അവർ മുറിക്കകത്ത് കയറാതിരുന്നത്, എന്തുകൊണ്ടാണ് രോഗിയെ കാണാതിരുന്നത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രോഗിയായി കിടക്കുമ്പോൾ അത് കാണാൻ, അത് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല എന്ന കാരണത്താൽ, സഹിക്കാൻ പറ്റാത്ത വിധം വേദനയാണ് എന്ന കാരണത്താൽ മുറിക്കകത്തോട് കയറാൻ സാധിക്കാതെ വാതിൽക്കൽ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി നിൽക്കുന്ന സംഭവം വീട്ടുകാർ പറഞ്ഞ് കേട്ടത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മാനുഷിക ജീവിതത്തിൽ നമ്മൾ സാധാരണ കണ്ടുമുട്ടുന്ന കുഞ്ഞു കുഞ്ഞു യാഥാർത്ഥ്യങ്ങളാണ്. ഓർക്കുക, അമ്മയും ഈശോയും ഈ ദാരുണ അവസ്ഥയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മറിയം കടന്നുപോയ സഹനം അതെത്ര വലുതാണെന്ന്, ഈശോ കടന്നുപോയ ഹൃദയവ്യഥ അതെത്ര വലുതാണെന്ന് ചിന്തകൾക്കും വാക്കുകൾക്കും ഭാവനകൾക്കുമൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 5-മതായി നമ്മൾ കാണുന്നു ഈശോയുടെ കുരിശിലെ മരണം. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ കുരിശിന് താഴെ കന്യകാമറിയം നിന്നിരുന്നു, തൻ്റെ മകൻ്റെ മരണത്തിന് മുഖസാക്ഷിയായി. പ്രിയപ്പെട്ടവരെ, കുരിശ് മരണം സാധാരണ മറ്റു മരണരീതികൾ പോലെ ഒരു മരണമല്ല. ഒരുപക്ഷെ വേണമെങ്കിൽ അല്പം താരതമ്യം ചെയ്യാവുന്നത് കഴുമരത്തിൽ തൂക്കപ്പെടുന്ന മരണത്തോടാണ്. പക്ഷെ അതും പൂർണ്ണമായി തുലനം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഏറ്റവും ദാരുണമായ, അതിക്രൂരമായ, പൈശാചികമായ ഒരു ശിക്ഷാവിധിയാണ് കുരിശിലെ മരണമെന്ന് പറയുന്നത്. പേർഷ്യൻ സംസ്കാരത്തിൽ നിന്ന് വന്ന ഒരു ശിക്ഷാരീതിയാണ് ഇത്. റോമാക്കാർ ഏറ്റവും വലിയ കൊടും കുറ്റവാളികൾക്ക് കൊടുത്തിരുന്നൊരു ശിക്ഷയായിരുന്നു ഈ ക്രൂശ് മരണം. രാജ്യദ്രോഹികൾക്കും ദൈവനിന്ദകർക്കും ഒക്കെയാണ് കുരിശുമരണം വിധിക്കാൻ യഹൂദ സംസ്കാരത്തിലും ഉണ്ടായിരുന്ന പശ്ചാത്തലം. ഈശോയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റവും അത് തന്നെയായിരുന്നു, രാജ്യദ്രോഹവും ദൈവനിന്ദാ കുറ്റവും. സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടു, സീസറിനെതിരെ സ്വയം രാജാവാകാൻ ശ്രമിച്ചു. ഈ കുറ്റങ്ങൾ ആരോപിച്ചാണ് ഈശോയെയും കുരിശിലേറ്റിയത്. ഈ കുരിശുമരണം ഏറ്റവും ദാരുണമായി മാറുന്നത് വലിയ കുരിശുമരത്തിൽ ആകാശത്തിലും ഭൂമിയിലും തൊടാതെ കൈകളിലും കാലുകളിലും ആണി തറയ്ക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ. അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം വലിക്കാൻ പറ്റാത്ത വിധം ശരീരം വല്ലാതെ ക്ലേശിക്കും. ശ്വാസം വലിക്കണമെങ്കിൽ 3 ആണികളിൽ തൂങ്ങി മുകളിലേക്ക് ഉയരണം. തറയ്ക്കപ്പെട്ട ആണികളിൽ തൂങ്ങി മുകളിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ ശരീരം ഇഞ്ചിഞ്ചായി പിടയുന്ന, മരണവേദന അനുഭവിക്കുന്ന, മാരക മരണവേദന, ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായുള്ള മരണമാണ് ഈ കുരിശിലെ മരണം. ഈശോ ഈ വേദന കുരിശിൽ സഹിക്കുമ്പോൾ താഴെ നിൽക്കുന്ന പെറ്റമ്മ കന്യകാമറിയം ഇതെങ്ങനെ കണ്ടു നിന്നു, ഇതെങ്ങനെ നോക്കി നിന്നു? പെറ്റവയറിൻ്റെ നോവറിയാവുന്ന അമ്മമാരോട് ചോദിച്ചാൽ ഇങ്ങനെയൊരു രംഗം സങ്കല്പിക്കാൻ, സ്വന്തം മകൻ ഇതുപോലെ സഹിക്കുന്നത് സങ്കല്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണിത്. പ്രിയപ്പെട്ടവരെ, കന്യകാമറിയത്തിൻ്റെ ഹൃദയത്തിൽ 7 7,000 വ്യാകുലവാളുകൾ തുളഞ്ഞിറങ്ങുന്ന ദാരുണമായ സംഭവമാണ്, അല്ലെങ്കിൽ നിമിഷമാണ്. മറിയം വേദനയുടെ പാരമ്യത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. ഈശോയുടെ മരണം നേരിൽ കണ്ടുകൊണ്ട്
മുഖസാക്ഷിയായി കുരിശിൻ്റെ താഴെ നിൽക്കുന്ന രംഗം. നമ്മൾ എത്രയോ സംഭവങ്ങൾ കേട്ടിരിക്കുന്നു. സ്വന്തം കുഞ്ഞ് വാഹനമിടിച്ച് മരിക്കുന്നത് കൺമുൻപിൽ കണ്ട അമ്മ ബോധശൂന്യയായി കോമാ സ്റ്റേജിലായി പിന്നെ എഴുന്നേറ്റിട്ടില്ല. സ്വന്തം കുഞ്ഞ് കൺമുൻപിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് കണ്ടു നിൽക്കുന്ന അമ്മ പിന്നീട് മാനസിക രോഗിയായി. എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. എന്നു മാത്രമല്ല, ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ, അത് കൺമുൻപിൽ തന്നെ മരിക്കുമ്പോൾ, അത് അമ്മയുടെ ഹൃദയത്തിനെ ഏൽപ്പിക്കുന്ന ആഘാതം ഒരു തരത്തിലും നമുക്ക് വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓർക്കുക പ്രിയപ്പെട്ടവരെ, കന്യകാമറിയം മൂകസാക്ഷിയായി ഏകമകൻ്റെ ദാരുണ മരണം കണ്ടു നിൽക്കുമ്പോൾ എങ്ങനെയാണ് മറിയം അതിൻ്റെ മുൻപിൽ നിന്നത് എന്ന് ഒരു മനുഷ്യനും അതൊരു സ്ത്രീയാകട്ടെ അമ്മയാകട്ടെ ആരും ആയിക്കൊള്ളട്ടെ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന ദുഃഖത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ആറാമതായി മൃതദേഹം മടിയിൽ വഹിക്കുന്നു. ഈശോയുടെ മൃതദേഹം പരിശുദ്ധ അമ്മ തൻ്റെ മടിയിൽ വഹിക്കുന്നു. മരിച്ചു മരവിച്ച പൊന്നുമകൻ്റെ മൃതശരീരം മടിയിൽ വഹിക്കുമ്പോൾ മറിയത്തിൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന്, അല്ലെങ്കിൽ വിചാരങ്ങൾ എന്തായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമോ? ബുദ്ധിമുട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണത്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു 28ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചതിന് ശേഷം പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തിൻ്റെ അമ്മ, എൻ്റെ ആൻറ്റിയാണ്, അമ്മായിയാണ്, എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തേ മോനെ, നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പാഴായിപ്പോയത്? ദൈവത്തിൻ്റെ ഹിതമേ നടക്കൂ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയും സങ്കടവും ദുഃഖവുമാണ് ഈ അമ്മയുടെ നാവിൽ നിന്ന് പുറത്തു വന്നത്. പ്രിയപ്പെട്ടവരെ, ആശ്വസിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല അത്. ഏഴാമതായി ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, മറിയം ഒറ്റപ്പെട്ടു പോകുന്ന, ആരാരുമില്ലാത്ത അവസ്ഥയിലായി പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ സംജാതമാകുന്നത്. പ്രിയപ്പെട്ടവരെ, മറിയം കടന്നുപോയ ഈ 7 ദുഃഖ സത്യങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും മറ്റാരേക്കാളും നന്നായി മറിയത്തിന് മനസ്സിലാകും. കാരണം 7 സങ്കടക്കടലുകൾ സ്വന്തം ജീവിതത്തിൽ നീന്തി കയറിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ദൈവപിതാവിന് നമുക്ക് സമർപ്പിക്കാം. മറിയം അത് ഏറ്റെടുത്ത് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.